വെൽക്കം ടു സക്സസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. According to the credit rating agency ICRA Limited, what is the GDP growth projection of India's economy for financial year 22 and financial year 23? റേറ്റിംഗ് ഏജൻസിയായ ICRA ലിമിറ്റഡിൻ്റെ ഇത് നിഗമനം അനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ ഇയർ 22-ലും ഫിനാൻഷ്യൽ ഇയർ 23-ലും ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എത്ര ശതമാനമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അവരുടെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 9% 9% ആണ് ഫിനാൻഷ്യൽ ഇയർ 22-ലും ഫിനാൻഷ്യൽ ഇയർ 23-ലും ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈവൻ ഈ ഒമിക്രോൺ വന്ന സാഹചര്യത്തിലും എക്കണോമി കുറച്ച് ഡിസ്റപ്റ്റ് ഒക്കെ ഉണ്ടായാൽ പോലും ഇന്ത്യയുടെ GDP ഗ്രോത്ത് 9% ആയിരിക്കും എന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ 9%. Now moving on to the second question. For enabling and implementation e-Rupee, which state government has partnered with the National Payment Corporation of India and State Bank of India? e-Rupee എന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും SBIയുമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടും കൂടി പാർട്ട്ണർഷിപ്പിൽ വന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. കർണാടകയാണ് e-Rupeeൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനുമായിട്ടും SBIയുമായിട്ടും പാർട്ട്ണർഷിപ്പിൽ വന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡെലിവറി ഒരു ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം അനുസരിച്ച് ഈ സിസ്റ്റം വെച്ചിട്ട് e-Rupee എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് വെച്ചിട്ട് സ്റ്റുഡൻസിന് ലീക്ക് പ്രൂഫായിട്ട് തന്നെ അവർക്കെല്ലാം തന്നെ സ്കോളർഷിപ്പ് കറക്റ്റായിട്ട് എത്തുന്നു എന്ന് എൻഷുർ ചെയ്യാനുമൊക്കെ e-Rupee ഹെൽപ്പ് ചെയ്യും. സോ ഇത് കർണാടക ഗവൺമെൻറ്റും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും SBIയും കൂടി പാർട്ട്ണർഷിപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, കർണാടക. നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. When India's economy will grow to become the world's third largest economy according to the Center for Economics and Business Research in United Kingdom. Center for Economics and Business Research United Kingdom അനുസരിച്ച് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ഏത് വർഷമാണ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സെൻറ്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ചിൻ്റെ ഇതനുസരിച്ച് പഠനം അനുസരിച്ചിട്ട് 2031 ഇന്ത്യ ലോകത്തിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആവുന്നത്. ഇപ്പം ഇന്ത്യ 2021 ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 7th ലാർജസ്റ്റ് എക്കണോമിയാണ്. പക്ഷേ 2022 ഇന്ത്യ ഗ്രോത്ത് റീഗെയിൻ ചെയ്ത് ഇന്ത്യ 6th ലാർജസ്റ്റ് എക്കണോമി ആവും. ഫ്രാൻസിനെ മറികടന്ന് ഇന്ത്യ 6th ലാർജസ്റ്റ് എക്കണോമി ആവും. ട്വൻ്റി 2031 ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് വരുന്നത്. CBRൻ്റെ സ്റ്റഡീസ് അനുസരിച്ച് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആവുന്നത് 2031 ആ സമയത്ത് സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് US ആയിരിക്കും. ആൻഡ് ചൈന ആയിരിക്കും ഫസ്റ്റ്. ഏറ്റവും ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ചൈന ആയിരിക്കും. സോ 2031 ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആവുന്നത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, 2031. Now moving on to the next question. To launch a RuPay debit card for the corporates, which of the following bank has tied up with the National Payment Corporation of India? RuPay
ക്രെഡിറ്റ് കാർഡ് കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടുമൊക്കെ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് പാർട്ണർഷിപ്പിൽ തന്നിരിക്കുന്നതിൽ ഏത് ബാങ്കാണ് വന്നേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ വന്നേക്കുന്നത്. കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനുമായിട്ടൊരു പാർട്ണർഷിപ്പിൽ വന്നിരിക്കുന്നത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. Now moving on to the next question. For anchor investor, what is the new lock-in period fixed by the Security and Exchange Board of India? ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ പുതിയ ലോക്കിൻ പീരീഡ് ആയിട്ട് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എത്ര പീരീഡ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 90 ഡേയ്സ് ആണ് സെബി ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് 90 ഡേയ്സിലേക്കാണ്. ഫോർ ഒരു 50% പോർഷൻ്റെ ഇതാണ് 90 ഡേയ്സിലേക്ക് അവർ സെബി എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദേ ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹു ബൈ ഒരു സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഓഫ് എ കമ്പനി ബിഫോർ ആൻ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് സബ്സ്ക്രിപ്ഷൻ. സോ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് ഹു ബൈ ഒരു സബ്സ്റ്റാൻഷ്യൽ ഷെയർ, ഒരു കമ്പനിയുടെ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് മുമ്പ് തന്നെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഷെയർ ബൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ആക്ച്വലി ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ പുതിയ ന്യൂ ലോക്കിൻ പീരീഡ് ആയിട്ട് 90 ഡേയ്സ് ആയിട്ടാണ് സെബി നിശ്ചയിച്ചേക്കുന്നത്. സെബി ആണ് ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് 2009 കൊണ്ടുവരുന്നത്. സെബി ആണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി 90 ഡേയ്സ്. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Vasudevan Padangi Narasimhan was reappointed as Managing Director and Chief Executive Officer by which of the following bank? വാസുദേവൻ പതങ്കി നരസിംഹൻ അദ്ദേഹം ഏത് ബാങ്കിൻ്റെ MD and CEO ആയിട്ടാണ് റീഅപ്പോയിൻറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ MD and CEO ആയിട്ടാണ് റീഅപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഫിനാൻസിങ് ബാങ്കാണ്. 2016 സ്ഥാപിച്ച ഒരു സ്മോൾ ഫിനാൻസിങ് ബാങ്കാണ് ഇത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. സോ അതിൻ്റെ MD and CEO ആയിട്ടാണ് വാസുദേവൻ പതങ്കി നരസിംഹനെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Paytm Payments Bank has appointed which of the following as the independent director of the board? തന്നിരിക്കുന്നതിൽ ആരെയാണ് Paytm Payments ബോർഡ് അവരുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ബോർഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഷിഞ്ചിനി കുമാർ, രമേശ് അഭിഷേക് ആൻഡ് മഞ്ജു അഗർവാൾ. ഇവരെ 3 പേരെയും Paytm Payments അവരുടെ ഡയറക്ടർ ബോർഡിലേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ബോർഡിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Imansat 6 F1 communication satellite was launched by which of the following country into orbit? Imansat 6 F1 എന്ന് പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇത് ഇപ്പോൾ അയച്ചിരിക്കുന്നതിലും വെച്ച് ഏറ്റവും സ്പോഷിക്കേറ്റഡും നല്ല ടെക്നോളജിയുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ടിൽ ഡേറ്റ്. സോ ഈ ഇമാൻസാറ്റ് 6 F1 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഏത് കൺട്രി ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ജപ്പാനാണ് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് മിസ് ബുഷി ഹെവി ഇൻഡസ്ട്രീസിൻ്റെ
H2A 204 എന്ന് പറയുന്ന വെഹിക്കിൾ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇമാൻസാറ്റ് 6F1 എന്ന് പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് H2A 204 എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. ഇത് ലോഞ്ച് ചെയ്തത് ജപ്പാന്റെ തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഈ റോക്കറ്റ് ഈ സാറ്റലൈറ്റ് ഇമാൻസാറ്റ് 6F1 എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് തനേഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നിട്ടാണ്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ജപ്പാൻ. Now moving on to the next question. For his excellence in cardiology, who among the following was honored with the Dr. K. Sharan Award by Indian Medical Association? Indian Medical Association Dr. K. Sharan Award തന്നിരിക്കുന്നതിൽ ആർക്കാണ് ലഭിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. ഡോക്ടർ പി രമേശ് ബാബുവിനാണ് ഡോക്ടർ കെ ശരൺ അവാർഡ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ നിന്നും ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ എക്സലൻസ് ഇൻ കാർഡിയോളജിക്ക് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. സോ ഡോക്ടർ പി രമേശ് ബാബുവിനാണ് ഡോക്ടർ കെ ശരൺ അവാർഡ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ നിന്നും ലഭിച്ചത്. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. Now moving on to the next question. Former RBI Deputy Governor Harun Rashid Khan was appointed by which bank as the non-executive independent director on its board? RBIയുടെ ഫോമർ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്ന ഹരുൺ റാഷിദ് ഖാൻ അദ്ദേഹം ഏത് ബാങ്കിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓൺ ബോർഡായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം AU സ്മോൾ ഫിനാൻസിങ് ബാങ്കിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് ദി ബോർഡായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. ഫോർ എ പീരീഡ് ഓഫ് 3 ഇയേഴ്സിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. ഈ AU സ്മോൾ ഫിനാൻസിങ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് സ്മോൾ ഫിനാൻസിങ് ബാങ്കാണ് ഇൻ ഇന്ത്യ. സർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. AU സ്മോൾ ഫിനാൻസിങ് ബാങ്കിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് ബോർഡായിട്ടാണ് ഹരുൺ റഷീദ് ഖാനെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.